രോഗചികിത്സാർത്ഥം കാലുകൾ മുറിച്ചുമാറ്റപ്പെട്ടവർക്ക് സൗജന്യ കൃത്രിമക്കാൽ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് പെരുമ്പാവൂർ സെൻട്രലും റോട്ടറി ക്ലബ്ബ് മൂവാറ്റുപുഴ റീജിയനും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് പെരുമ്പാവൂർ വിമല സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തി. രോഗചികിത്സാർത്ഥം കാലുകൾ മുറിച്ചുമാറ്റപ്പെട്ടവർക്ക് മുട്ടിനു മുകളിലും താഴെയും സൗജന്യ കൃത്രിമക്കാൽ വെച്ച് നൽകുന്ന ക്യാമ്പ് അന്തിമഘട്ടത്തിലാണ്. നിർധനരായ 98 വ്യക്തികൾക്കാണ് കാൽ നൽകുന്നത്. പെരുമ്പാവൂർ വിമല സെൻട്രൽ സ്കൂളിൽ നടന്ന ക്യാമ്പ് പ്രാർത്ഥനാ ചടങ്ങുകളോടെ ആരംഭിച്ചു. റോട്ടറി ക്ലബ്ബ് പെരുമ്പാവൂർ സെൻട്രൽ സെക്രട്ടറി ഡോക്ടർ അനു ഏലിയാസ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് രാജൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ എലക്ട് ജോഷി ചാക്കോ പദ്ധതി അവലോകനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ GN രമേശ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് പെരുമ്പാവൂർ സെൻട്രലിൻ്റെ ഈ ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റ് വാക്ക് അഗെയിൻ അതിൻ്റെ ഇന്ന് മൂന്നാം പാർട്ടായിരുന്നു. അപ്പോൾ ഇതൊരു പാർട്ട്ണർഷിപ്പ് പ്രോജക്റ്റാണ്. റോട്ടറി ക്ലബ്ബ് ഓഫ് പെരുമ്പാവൂർ സെൻട്രൽ, റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശ്ശൂർ, റോട്ടറി ക്ലബ്ബ് ഓഫ് കോയമ്പത്തൂർ മിഡ് ടൗൺ, അതേ സമയത്ത് UK-യിലുള്ള റോട്ടറി ക്ലബ്ബ് ഓഫ് വോൾവർ ഹാംപ്ടൺ, ഈ 4 ക്ലബ്സുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് നടത്തുന്ന ഈ ക്യാമ്പിൽ ഏകദേശം ഒരു 200 ബെനിഫിഷ്യറീസ്, അൺഫോർച്ചുനേറ്റ് വിക്ടിംസ് ഓഫ് ആക്സിഡൻറ്റ്സ്, അതിൽ അവരുടെ ലിംസൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ബ്രേക്ക് വന്നതായിരുന്നു. അപ്പം ഈ ഒരു ക്യാമ്പിൽ ഈ ആർട്ടിഫിഷ്യൽ ലിംസ് കൊടുത്തിട്ട് ഈ പറയുന്ന ബെനിഫിഷ്യറീസിനെ നമ്മളൊരു റീഹാബിലിറ്റേഷൻ നടത്തി തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റാണ്. വെരി വെരി നോബിൾ പ്രോജക്റ്റ്. ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമായി ഇതിൻ്റെ ഒരു കംപ്ലീഷൻ്റെ ഒരു ഭാഗമായിട്ട് ഇറ്റ് ഈസ് എ big fortune for me. I am very very proud of this project. I am very proud of this club and the leadership and the members of the club. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോജക്റ്റ്. അവരുടെ ഫിസിയോതെറപ്പി, അവരുടെ ഫോളോ അപ്പ് എല്ലാം നമുക്ക് നോക്കേണ്ടി വരും. ആൻഡ് ഐ എം ഷുവർ ഈ പെരുമ്പാവൂർ സെൻട്രൽ മെമ്പേഴ്സ് വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഓൾ ദി ബെസ്റ്റ്. പെരുമ്പാവൂർ സെൻട്രലിൻ്റെ ഈ വർഷത്തെ ആർട്ടിഫിഷ്യൽ ലിംബ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് എല്ലാ ബെനിഫിഷ്യറി എത്തിയിട്ടെന്ന് ഞങ്ങൾക്കത് കൊടുക്കാൻ സാധിച്ചതിൽ റോട്ടറി ക്ലബിൻ്റെ പേരിലും 3205 പേരിലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പെരുമ്പാവൂർ ജോയിന്റ് RTO പ്രദീപ് SS, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പെരുമ്പാവൂർ റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കൃത്രിമക്കാല് വിതരണ ചടങ്ങിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത് വലിയൊരു സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു സംഗതിയാണ്. പല ആളുകളും, മിക്കവാറും ഇവിടെ സന്നിഹിതരായ പല ആളുകളും റോഡ് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാല് നഷ്ടപ്പെട്ട ആളുകളായിരിക്കാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റോഡ് സുരക്ഷയും മോട്ടോർ വാഹന വകുപ്പും ആയിട്ട് ഈ ഒരു ചടങ്ങിന്, ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വലിയൊരു ബന്ധമുണ്ട്. തുടർന്നും ഈ റോട്ടറി ക്ലബ്ബുമായിട്ട് സഹകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് പല റോഡ് സുരക്ഷാ പരിപാടികൾ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി. പുകവലിയും ഷുഗറും റോഡ് ആക്സിഡന്റിൽപ്പെട്ടവരുമാണ് ഭൂരിഭാഗവും കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നവർ. വെച്ചതിന് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയൊരു വേദനയുണ്ട്, എന്നാലും പിന്നീട് ശരിയാവുമായിരിക്കും, നല്ല ധാരണ. ഇത് നമുക്ക് ഷുഗർ, ഒരു വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മുമ്പത്തെ റമദാന് മുന്നം, റമദാന് ശേഷമാണ് കാലിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പഴുത്ത് മെഡിക്കൽ കോളേജിൽ, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് റമദാൻ 1 മുറിക്കേണ്ടി വന്ന്, പഴുപ്പ് കൂടി മുട്ടിന് മുകളിൽ വരെ എത്തി. അങ്ങനെ മുറിക്കേണ്ടി വന്നതിൻ്റെ പേരിലാണ് തൊട പകുതി വെച്ച് മുറിച്ചത്. ഒരു വർഷം, ഒരു മാസത്തോളം നോമ്പ് ഫുള്ള് ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. പിന്നെ നോമ്പ് പെരുന്നാൾ അന്ന് ഉച്ചയായപ്പോൾ നമ്മളെ പേര് വെട്ടി വീട്ടിലേക്ക് പോന്നു. കൂടുതലും പ്രശ്നങ്ങൾ വയറുവേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു മാസമായിട്ട്. നടന്നു തുടങ്ങിയപ്പോൾ ഒരു സന്തോഷമുണ്ട്.
ഇപ്പം റെഡിയായി വന്നൊന്നും താമസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവരും നടക്കണ കാണുമ്പോൾ ഒരാഗ്രഹം. ഇത് സിഗരറ്റ് വലിയിൽ നിന്ന് പറ്റിയതാണ്. നർക്കോട്ടിക് ഈ സ്മോക്കിങ്ങിൻ്റെ ഇതാണ് പറ്റിയതാണ്. അത് 18 ഡിസംബറിൽ കാല് കട്ട് ചെയ്തു. എനിക്ക് വേറൊരു അബദ്ധം പറ്റിയതെന്താണെന്ന് വെച്ചാൽ ഈ രോഗം കണ്ടുപിടിക്കാൻ താമസിച്ചു. രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് മറ്റേ ഫുൾ സ്കാനിങ് നടത്തിയപ്പോഴാണ് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് വേറൊരു ആസ്പത്രിയിൽ പോയി. ഞാൻ അവിടെ പോയിട്ടൊന്നും രക്ഷയിട്ടില്ല. അവർ ഹാർട്ട് ഈ അരക്കി മേപ്പോട്ടുള്ള എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ കറങ്ങി ലക്ഷോറിയിലാണ് കട്ട് ചെയ്തത്. ഡിസംബർ 28-ാം തീയതി കട്ട് ചെയ്തു. 18-ൽ എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കാല് വെച്ചായിരുന്നു. പക്ഷെ അത് ഒരുപാട് പൈസ ചിലവുള്ള കാലമാണ്. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് കാശ് വേണം. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇല്ല, ഞാൻ നടക്കുമായിരുന്നു. കാല് ഞാൻ വെച്ച് നടക്കുമായിരുന്നു. അതിന് പൈസ ചിലവ് കൂടുതലാണ് ആ കാലിന്. ആ കാലം എൻ്റെ കയ്യിലുണ്ട്. അത് ഇപ്പോൾ ഡാമേജായി. ഇപ്പോൾ 4-5 വർഷത്തോളം നടന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് സ്റ്റിക്കർ മാത്രം മതി കയ്യിൽ. കാല് വീശി നടക്കാം. ഇതിപ്പോൾ അങ്ങനെ വീശി നടക്കാൻ പറ്റില്ല. ഇത് കാലെടുത്ത് വെച്ച് നടക്കണം. അങ്ങനത്തെയാണ് ഇത്. ഇതാ കാല്. മറ്റേത് കാല് നമ്മൾ പൊക്കുമ്പോൾ തന്നെ മടങ്ങി നടക്കാം. അങ്ങനത്തെ അത് 2.5 ലക്ഷം രൂപയാണ്. സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റ് വലിക്കുന്നവർ പറഞ്ഞാൽ മദ്യം കഴിക്കുന്നതിനേക്കാളും 100% എഫക്റ്റ് കൂടുതലാണ് സിഗരറ്റ് വലി. എന്നോട് ഡോക്ടർ പറഞ്ഞു അത് തന്നെ. ഞാൻ പിന്നെ തൊട്ടിട്ടില്ല. ഞാൻ ശരിക്കും സിഗരറ്റ് വലിക്കാറുണ്ട്. ബീഡിയൊന്നും വലിക്കില്ല, സിഗരറ്റ് വലിക്കുമായിരുന്നു. അത് ആണ് എനിക്ക് പറ്റിയ അവസ്ഥ. സിഗരറ്റ് ഒരിക്കലും പുകവലി മദ്യപാനത്തേക്കാൾ കൂടുതൽ മാരകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവം. റോട്ടറി ക്ലബ്ബ് മൂവാറ്റുപുഴ റീജിയൻ ഡിസ്ട്രിക്ട് ഡയറക്ടർ നിജു പുതുശ്ശേരി, അസിസ്റ്റന്റ് ഗവർണർ ആൻഡ്രൂ ഡൊമിനിക്, മൂവാറ്റുപുഴ സോൺ ജി ആർ പ്രേംകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. പെരുമ്പാവൂർ സെൻട്രൽ മുൻ പ്രസിഡന്റ് കെ തങ്കച്ചൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.